ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പായൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ഓൾറെഡി 2 പിക്ചേഴ്സ് കാണാൻ സാധിക്കും, പായൽ 1 ആൻഡ് പായൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പായൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പായൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണ്. താങ്ക് യു. പായൽ നമ്പർ 1ൻ്റെ ഗൈഡൻസ് എന്താണ്? താങ്ക് യു. ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂണിൻ്റെ എനർജി, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ബാക്കിൽ ദ വേൾഡിൻ്റെ എനർജിയാണ്. ഇന്ന് ഓവറോൾ നിങ്ങളുടെ സ്ട്രെങ്ത്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, ഓക്കെ, നിങ്ങളുടെ ശക്തി എന്താണ്, ഏത് നിമിഷങ്ങളിലാണ് നിങ്ങൾ കുറച്ചൊരു പിന്നോട്ട് പോകുന്നത്, ഓക്കെ, അതിൽ ഒരു വ്യക്തത, ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടുള്ള എനർജിയിലിരിക്കാനായിട്ട് ഈ ഒരു ദിവസം നിങ്ങളെ സഹായിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേരോട് പറയുന്നുണ്ട് ജീവിതത്തിൽ തോൽവി, വിജയം അല്ലെങ്കിൽ ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ കുറച്ചൊരു എന്തെങ്കിലുമൊക്കെ പിന്നീട് ഒരു നെഗറ്റീവ് ചേഞ്ചസ് എന്തെങ്കിലുമൊക്കെ വരുന്നതാണ്. അപ്പം അത് ലൈഫിൻ്റെ ഒരു സൈക്കിളാണ്. ഓക്കെ, അപ്സ് ആൻഡ് ഡൗൺസ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ഫ്ലോയിൽ പോകുമ്പോൾ ആ ഒരു ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ ഓവറായിട്ട് കൺസേൺ ആകുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കെയർഫുള്ളായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് ഒത്തിരി പ്രോഫിറ്റ് വരണ സമയത്ത്, ഒത്തിരി കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഒത്തിരി ഹാപ്പി ആകുന്ന എനർജി, അതുപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് സംഭവിക്കുമ്പോൾ നമ്മളുടെ എനർജി ഒത്തിരി ലോയിലോട്ട് പോയി ഒത്തിരി ഡിപ്രഷൻ്റെ എനർജിയിലോട്ട് പോകുന്ന എനർജി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ എങ്ങനെ ബാലൻസ് കൊണ്ടുവരാം? ഓക്കെ, നമുക്ക് ഹാപ്പിനെസ് വരണ സമയത്ത്, ഒത്തിരി ബെനിഫിറ്റ് ലഭിക്കുന്ന സമയത്ത് എങ്ങനെ കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ എനർജിയിൽ ഈശ്വരനോട് അല്ലെങ്കിൽ ആ ഒരു എനർജി എൻ്റെ ലൈഫിലോട്ട് കൊണ്ടുവന്ന ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകാം, ഒത്തിരി പേരുടെ എനർജീസ് ഉണ്ടാകാം. അപ്പോൾ ആ ഒരു എനർജിയിൽ എങ്ങനെ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാം, കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കാം, അതോടൊപ്പം തന്നെ അതെങ്ങനെ എൻജോയ് ചെയ്യാം. ആ ഒരു സെയിം എനർജി തന്നെ താഴ്ചകൾ വരണ സമയത്ത് നിങ്ങളുടെ എനർജി എങ്ങനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, അതിൽ കുറച്ചൊന്ന് കെയർഫുള്ളാകുക, അതിൽ കുറച്ചൊന്ന് സ്റ്റഡി നടത്താനായിട്ട് ശ്രമിക്കുക ഈ ഒരു സമയങ്ങളിൽ വന്നിട്ട്. അത് പിന്നീട് നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി ഉപകാരപ്രദമാകുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ വേർഡ്സ്, നിങ്ങളുടെ ആക്ഷൻസ് കുറച്ചും കൂടെ കെയർഫുള്ളാകുക ഈ ഒരു ദിവസം വന്നിട്ട്. ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ എനർജിയിൽ വന്നിട്ട് ഒത്തിരി സന്തോഷം നൽകുന്ന, ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന, സെലിബ്രേഷൻ്റെ എനർജി കൊണ്ടുവരുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ ഒരു നിമിഷങ്ങളിലെല്ലാം കുറച്ചുകൂടെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഈശ്വരനോട് നന്ദി പറയാനായിട്ട്, യൂണിവേഴ്സിനോട് നന്ദി പറയാനായിട്ട്, ആ ഒരു എനർജിയിൽ നിങ്ങൾ കുറച്ചും കൂടെ ബാലൻസ്ഡ് ആയിട്ടിരിക്കാനായിട്ട് ഈ ഒരു ദിവസം ശ്രമിക്കുക. കാരണം ഇവിടെ ഹാങ്ഡ് മാൻ ആണ് ഒരു മെയിൻ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. എല്ലാ സംഭവങ്ങളും നമ്മളുടെ ലൈഫിൽ നടക്കുമ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ വീക്ഷിക്കുന്നത്, ഓക്കെ, എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അത് ഒരു മെയിൻ എനർജി ആയിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലതായാലും ചീത്തയായാലും അതിൽ നിന്ന് നിങ്ങൾ എന്താണ് ലേൺ ചെയ്തത്, എന്ത് ശക്തിയാണ് നിങ്ങളുടെ ഉള്ളിലോട്ട് ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കുറച്ചൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും കുറച്ചൊന്ന് ആലോചിച്ച് ചിന്തിച്ച് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് ഈ ഒരു സമയം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താ നോക്കുക. ഈ ഒരു ദിവസത്തെ ബ്ലെസ്സിങ്സ് എന്താണ്? പായൽ നമ്പർ 1ൻ്റെ മെയിൻ ബ്ലെസ്സിങ് എന്താണ്? ഒത്തിരി വിസ്ഡത്തിൻ്റെ എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി എൻലൈറ്റ്മെൻറ്റിൻ്റെ എനർജി, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. ഓക്കെ, എന്ത് ബ്ലെസ്സിങ് ആണുള്ളത് ഈ ഒരു ദിവസം വന്നിട്ട് പായൽ നമ്പർ 1ൻ്റെ ലൈഫിൽ? ഇവിടെ വന്നിട്ട് 8 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. പേജ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്.
ഇവിടെ കുറച്ച് പേർക്ക് പാസ്റ്റിൽ നിങ്ങളിൽ നിന്ന് നഷ്ടമായി പോയിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്തു പോയ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ബിഗിനിങ് സംഭവിക്കുന്നതായിട്ട്, ന്യൂ ഗ്രോത്ത് സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 8 ഓഫ് കപ്സിൽ ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി ഷാഡോസ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാകാം. നിങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചിട്ടായിരിക്കാം. ആ ഒരു വിസ്ഡം, അറിവ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് പാത്താണ് ചൂസ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, അതിലൊരു ഉറപ്പ് കൊണ്ടുവരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇനി മുന്നോട്ട് ഇതാണ് ചെയ്യേണ്ടത്, ഈ ഒരു എനർജി ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒത്തിരി പാഷൻ നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ്, ഒത്തിരി എനർജി നിങ്ങളുടെ ഉള്ളിൽ വരുന്നതാണ് ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഡു നത്തിങ്ങിൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അത് കുറച്ച് പേര് മനസ്സിലാക്കുന്നുണ്ടാകാം. ആ ഒരു ബുദ്ധിശക്തിയും നിങ്ങളെ മുന്നോട്ട് ഒത്തിരി ദൂരം സഞ്ചരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ ചില സിറ്റുവേഷനിൽ ഞാൻ എവിടെയാണ് സൈലൻ്റ് ആയിട്ടിരിക്കേണ്ടത്, എവിടെയാണ് നോ പറയേണ്ടത്, അതിലൊരു ക്ലാരിറ്റി, വ്യക്തത ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഒരു ആക്ഷൻ എടുത്തില്ലെങ്കിലും, ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട എനർജീസ്, നിങ്ങൾക്ക് കിട്ടേണ്ട ബ്ലെസ്സിങ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പായൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പായൽ നമ്പർ 2യുടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജി ഒത്തിരി യങ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി എന്തൂസിയാസം, ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള എനർജി, ക്യൂരിയോസിറ്റി. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു എനർജി വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പഠന വിഷയങ്ങളിൽ താല്പര്യം. ആ ഒരു എനർജി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നുണ്ടാകാം. ഒത്തിരി സ്നേഹത്തിൻ്റെ എനർജി, കുട്ടികളുടെ എനർജിയും ഇന്നത്തെ ദിവസം ഫോക്കസിൽ വരുന്നുണ്ട്. Knight of Pentacles in the energy, Queen of Pentacles in the energy, Queen of Swords in the energy വന്നിട്ടുണ്ട്. 2 ഫെമിനിൻ എനർജി ഇവിടെ വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസിൽ ഇന്നത്തെ ദിവസം ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി അപ്സ് ആൻഡ് ഡൗൺസ് അങ്ങനത്തെ എനർജി ഒന്നും എനിക്ക് കാണുന്നില്ല. ആ ഒരു സ്ലോ പേസിൽ എന്നാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടാകാം. മണി, ഫിനാൻസ്, സെക്യൂരിറ്റി അതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള, ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് പേർക്ക് മദർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെമിനിൻ എനർജി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻസിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. അത് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി ആയിട്ട് പുറത്തോട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. ഇത് നിങ്ങളുടെ എനർജി ആണെങ്കിലും കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വാക്കുകൾ, പ്രവൃത്തികൾ കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. സത്യം എന്താണോ, നീതി എന്താണോ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു സമയം വന്നിട്ട്. നെക്സ്റ്റ്, ഈ ഒരു ദിവസം എന്ത് ബ്ലെസ്സിങ് ആണോ ഉള്ളത് നോക്കുക. പായൽ നമ്പർ 2യുടെ ലൈഫിൽ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു ദിവസം ഉള്ളത്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജി, കരിയർ വർക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പോസിറ്റീവായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഗ്രോത്ത് ആ ഒരു എനർജിയിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ എന്ത് ബ്ലെസ്സിങ് ആണ് ഈ ഒരു സമയത്തുള്ളത് പായൽ നമ്പർ 2യുടെ ലൈഫിൽ. നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി, ഒത്തിരി സ്പിരിച്വൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ സ്പിരിച്വൽ കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ചുകൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട്
ആൻസിസ്റ്റേഴ്സായിട്ടായിരിക്കാം. കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, കുറച്ചുകൂടെ കണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പൂർവികർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ ഒത്തിരി ഗുണം ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ വ്യക്തിയെ കുറേ കൂടെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു എനർജിയും കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ പുണ്യ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട്, സ്പിരിച്വാലിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എനർജിയും എനിക്ക് സ്ട്രോങ് ആയിട്ട് ഇന്നത്തെ ദിവസം കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.